പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏപ്രിൽ 28 തിങ്കളാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവേ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിനെ ആവശ്യിക്കട്ടെ. പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവ് ആരിപ്പോയിനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ച് കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുക്കിയിടം പോരാ കുടുംബത്തിൽ ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട്. പെങ്ങന്മാരെ കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ,
അതുപോലെ തന്നെ കഴിച്ചുവിട്ട ഒരു ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അവിടുന്ന് വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ, ഇങ്ങനെ എണ്ണിയാലൊരുങ്ങാത്ത സങ്കടങ്ങളുമായി അങ്ങയുടെ മക്കൾ അങ്ങയുടെ ദിവസം കണ്ണീരോട് നിൽക്കുന്ന കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. പരസ്പരം പല പല വിഷയങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും വസൂലാക്കിയും ഗ്രൂപ്പിസം ഉണ്ടാക്കിയും കുടുംബത്തിൽ പോരുണ്ടാക്കുന്ന, പൗശന്യമുണ്ടാക്കുന്ന, മത്സരമുണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് അനുഭവവേദ്യമാകേണ്ട പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, ഇനി ലീവ് തുടങ്ങാൻ ഈ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടേ ഒതുക്കുമെന്നറിയാൻ വല്ല വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. പല പല വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പിള്ളേരുണ്ട്. പിള്ളേർക്കാണെങ്കിൽ അവിടെ കൗമാര പുസ്തകങ്ങളിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനുമില്ലാതെ അപ്പനെയും അമ്മനെയും അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട്. അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒറ്റ ആശീർവാദത്തെ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ സംസാരിക്കുന്നവരുണ്ട് ഈശോയെ. ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഈശോയെ. അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണ കാണിക്കാമായിരുന്നു, കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്കൊരു എയർ കൊടുക്കുന്ന രീതിയിൽ, ഓക്സിജൻ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു. മനഃപൂർവ്വം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടുകൂടി കർത്താവെ മർക്കട മുറ്റോട് നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവരെ നീ പ്രത്യേകം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദോർക്കമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്ന, ഒരു സംസാരം ആവശ്യപ്പെടുന്നു, ഒരു ആലോചന ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിങ്ങളെ ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അതായത് ഇപ്പോൾ ഈസ്റ്റർ ഒക്ടോബറിനെ കുറിച്ച് ഞാൻ ഇന്നലെ സംസാരിച്ചത്. ഇത് ഈസ്റ്റർ കാലമാണ്. ഇങ്ങനെ ഒരു ഈസ്റ്റർ കാലം കഴിഞ്ഞു പോവുകയാണ്. കേരളത്തിലിപ്പോൾ എന്താ സംഭവിക്കണത്? കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം നല്ല ശതമാനം പേര് ചെറുപ്പക്കാർ രാജ്യം വിട്ടു പോവുകയാണ്. അല്ലേ, ഈസ്റ്റർ കാലത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. കാര്യം നാട്ടിലെ പള്ളിയിൽ ആൾ കുറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ആൾക്കാരൊക്കെ എവിടെയാണ് ഇപ്പോൾ അറിയാവോ എന്ന് നോക്കിയപ്പോൾ അവൻ ഈ ആസ്ട്രേലിയയിലെ മെൽബോണിൽ ഒരു ഈസ്റ്റർ ആഘോഷം കാണിക്കുകയാണ്. ഒരു 3000 ക്രിസ്ത്യാനികളുണ്ട് അവിടെ. അപ്പോൾ ആസ്ട്രേലിയ എന്ന് വെച്ചാൽ ഏറ്റവും കുറവ്, ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഏറ്റവും കുറവ് മലയാളി പോയിട്ടുള്ള സ്ഥലമാണ് ആസ്ട്രേലിയ. അവിടെ 3000 ഉണ്ട് മലയാളികൾ. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ പകുതി മുക്കാലും യൂത്തുകളൊക്കെ പോയി പോയിരിക്കുക, മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുക. പക്ഷേ അതേസമയം തന്നെ മറ്റ് സമുദായങ്ങൾ ഇവിടെ വളർന്നും ഇവിടെയുള്ള ജീവിത ഉപാധികൾ കണ്ടെത്തിയും അവനിവിടെ വികസിച്ച് വരികയും ചെയ്യും. നമ്മളീ 18% എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഈ 12% മാറും. ശതമാനം കൂടിയാൽ കുറഞ്ഞല്ല പ്രശ്നം. നമ്മൾ ചെയ്യേണ്ട വിഷയം എന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാലാകാലങ്ങളിൽ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജീവിത മാർഗങ്ങൾ തേടുകയും അന്വേഷിക്കുകയും അവിടെ വേറുറപ്പിക്കുകയും ഒക്കെ ചെയ്യണ എല്ലാം ലോകക്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, നമ്മൾ ഈ അപ്പോസ്റ്റിക് ചർച്ചാണെന്നല്ലേ പറയണത്. തോമാസ് ലീഗയുടെ സഭയാണ് നമ്മളെന്ന് പറയണം പൊതുവെ. അല്ലെങ്കിൽ ലാറ്റിൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം, ലാറ്റിൻസിൻ്റെ ഒരു ഭാഗം മുഴുവനും സെൻറ് തോമസ് ക്രിസ്ത്യൻസ് തന്നെയാണ്. പക്ഷേ പിന്നെ എൻ്റയർ മാർത്തോമ ക്രിസ്ത്യൻസ് ഒത്തിരി പേരുണ്ട്. എങ്കിലും നമ്മൾ 2.5% ഇവിടെ ഉള്ളത്. 2000 കൊല്ലങ്ങളായിട്ടാണ് ഉള്ളത്. എന്താ കാര്യം? നമ്മൾ ആരാധനാക്രമ കേന്ദ്രീകൃതമായ ഒരു സഭയായി ആരാധനക്രമം അനുഷ്ഠിച്ചും അതിൻ്റെ വള്ളിപുള്ളികൾ തെറ്റാതെ അത് പരികർമ്മം ചെയ്യും, അതിന്
സഭയേക്കാൾ കൂടുതൽ സമുദായങ്ങൾക്ക് സഭയേക്കാൾ സ്ഥാനം കൽപ്പിച്ചുമൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ 2.5% നിൽക്കും. ഉയർത്തെഴുന്നേൽപ്പിന് കൃത്യമായ സാക്ഷ്യം വരണില്ല. അതിനെന്ത് ചെയ്യണം? അതിന് നിഷേധിക്കാനാവാത്ത അടയാളം വേണം. പാരമ്പര്യം മാത്രം പോരാ, സഭയിൽ നിഷേധിക്കാനാവാത്ത നമുക്ക് അതിനറിയണമെങ്കിലേ ആദിമസഭ എങ്ങനെ പെട്ടെന്ന് വളർന്നെന്ന് കിടപ്പുണ്ടല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അതായത് ഈ മുടന്തന് സൗഖ്യം കൊടുത്തതിനെക്കുറിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് ഇപ്പോൾ വായിച്ചതിൻ്റെ ഭാഗമായിട്ട് വരണത്. അപ്പോൾ മുടന്തിൻ്റെ ആ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ്, പ്രത്യേകിച്ച് സഭയുടെ പ്രതിയോഗികളുടെ റെസ്പോൺസ് എന്താ? നടപടി പുസ്തകം അത് 4:16 വായിച്ചേ. ഈ മനുഷ്യരോട് അതെ, അപ്പോസ്തലന്മാരോട്, അതെ, നാം എന്താണ് ചെയ്യുക? അധികാരികൾ എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം വേണം സഭ വളരണമെങ്കിൽ. ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം കിട്ടിയാൽ സഭ വളരും. അതെന്താണ്? ശ്രദ്ധേയമായിരിക്കണം ആ അടയാളം. എന്നുവെച്ചാൽ ഒരു സാധാരണ അല്ല, ശ്രദ്ധേയമായ അടയാളങ്ങൾ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശ്രദ്ധേയമായ അടയാളം ക്രിസ്തുവിനെ ഉള്ള കൈമാറ്റത്തിന് നമ്മളെ സഹായിക്കും. നിങ്ങളെല്ലാവരും ഈ ഈസ്റ്റർ ഒക്ടോബറിൻ്റെ കാലത്ത് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എന്നെ സുവിശേഷമാക്കണമേ, എന്നെ സുവിശേഷം ഏകാനുള്ള അപ്പോസ്തലനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാനുള്ള സ്വർഗത്തിൻ്റെ അടയാളങ്ങൾ നിന്നെ മാറ്റും. ഞാൻ അങ്ങനെ പണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണേ കർത്താവേ, എന്നിലൂടെ അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കടലിൽ പോവുക. 10 കൊല്ലം ഞാൻ കടലിൽ പോയിട്ടുണ്ട്. കടലൊക്കെ ഉള്ള ആൾക്കാരെ ബോട്ടിൽ കയറി കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതേ നമ്മൾ അൾത്താറയിൽ മാത്രം ഒരു ആചാര അനുഷ്ഠാന വിഷയമാക്കിയിട്ട് ഈ സഭ 4000 കൊല്ലം ഇവിടെ ജീവിച്ചിട്ടും നമുക്ക് സഭയെ വളർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം അത് നമുക്ക് വിശ്വാസ ജീവിതത്തിന് അനിവാര്യ ഘടകമാണ്. ആഹാരം പോലെയാണ് ആരാധനക്രമം. പക്ഷേ അതേസമയം തന്നെ ആഹാരം കഴിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്നാൽ കൊളസ്ട്രോൾ പിടിക്കത്തില്ലേ? ആഹാരം കഴിക്കുന്നത് വ്യായാമം എടുക്കണ്ടേ? ആ പണിയെടുക്കണം. എന്ത് പണിയെടുക്കണം? കർത്താവിനെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അങ്ങനെ സഭയിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് ആൾക്കാരറിയണത് സഭ ക്രിസ്തുവിൻ്റെ കൂദാശയാണെന്നൊക്കെ പറഞ്ഞ് എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് സെമിനാർ നടത്താൻ എളുപ്പമാണ്. പക്ഷേ കൂദാശയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കാണപ്പെടാത്ത ദൈവപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമായിട്ട് നമ്മൾ മാറണമെങ്കിൽ സഭയിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നതെന്ന് മറ്റവർക്ക് മനസ്സിലാകണം. അവർക്ക് അതിൻ്റെ ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കിട്ടണം, ആശ്വാസം കിട്ടണം, ആത്മശക്തി കിട്ടണം, നിലനിൽപ്പ് കിട്ടണം, അതിജീവനം കിട്ടണം. അതുപോലെ തന്നെ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ക്രിസ്തു സഭയിലുണ്ട്, സഭ ക്രിസ്തുവിൻ്റെ കൂദാശയാണെന്ന് മനസ്സിലാകും. അപ്പം ആരാധനാക്രമത്തിൻ്റെ വെളിയിൽ ഒരു കൂദാശവൽക്കരണത്തിൻ്റെ സാധ്യതയാണ് മിഷൻ പ്രവർത്തനം നമുക്ക് നൽകണത്. നമ്മൾ 4000 കൊല്ലവും അത്താഴെ തന്നെ താമസിച്ചാൽ അങ്ങനെ താമസിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നിത്യരക്ഷയ്ക്ക് അത് സഹായകമാണ്, ഉപകരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ നിത്യരക്ഷ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നാവടക്കുക, പണി ചെയ്യുക. 11 പേരെയും പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ പുറത്തേക്ക് പോവുക, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സുവിശേഷം. ഞാൻ നേടിയെടുത്ത നിത്യരക്ഷ അവർക്ക് അവകാശമോഹര്യമാകും, അനുഭവേദ്യമാകും. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം കൈമാറണം ജീവിതത്തിലൂടെ. അങ്ങനെ ഒരു ബോധം നമുക്ക് വന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വാല്യൂ ആഡഡ് ആയിട്ടുള്ള മൂല്യവർദ്ധിതമായിട്ടുള്ള വിശ്വാസികളായി മാറും. ദൈവതിരുസന്നിധി സമ്പന്നരായി മാറും. അപ്പോൾ പിന്നെ നമുക്കധികം നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. കാര്യം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ ആണല്ലോ, ദൈവത്തിന് അറിയാമല്ലോ. അപ്പോൾ അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ട ദൈവത്തിൻ്റെ ചുമതലയല്ലേ. അപ്പോൾ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ ഒരു വിഷയമായിട്ട് നമ്മൾ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം. മനസ്സിലായില്ലേ? നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ മിഷനിലൂടെ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം.
താങ്ക് യു.